ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ മാല കിട്ടിയത് കാണിച്ചപ്പോൾ എല്ലാവർക്കും മാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരണമെന്ന്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ചരടെടുക്കുക. ചരടെടുത്തിട്ട് ഇങ്ങനെ ചുറ്റും കെട്ടിയിട്ട് അവിടെ ഇട്ടങ്ങ് ഇടണം. അപ്പോൾ 2 പെയർ വേണം നമുക്ക് ഇങ്ങനെ കിട്ടാൻ. ആ 2 പെയറിൽ വേണം നമുക്ക് ഈ ഓരോ പൂവും കോർക്കാനായിട്ട്. ആദ്യം ഞാനിന്ന് വെള്ള ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളാണ് ഇന്ന് കോർക്കുന്നത്. അതാണ് എനിക്കിന്ന് കൂടുതൽ കിട്ടിയ പൂവ് ഇവിടെ. അപ്പോൾ ആദ്യം ചെറിയ സൈസ് പൂവെടുത്ത് ഇങ്ങനെ ഒന്ന് പിരിച്ച് കെട്ടും. 2 പിരിക്കുക പിരിച്ചിട്ട് അടുത്തത് പിന്നെ അടുത്തത് ഇങ്ങോട്ട് തന്നെ വയ്ക്കും. അങ്ങനെ തന്നെ ഒരേ ലെവലിലുള്ളത് ആദ്യം വെക്കണം. ചെറുത് വെക്കണം. കാരണം വലുത് സെൻട്രലിലേ വരാവും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും വലുത് സെൻട്രലിൽ വന്നാൽ. ഇതിങ്ങനെ കെട്ടിയിട്ട് നമ്മളൊരു 4 ഇതുപോലെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ ഈ മാല ഇങ്ങനൊന്ന് ചുരുട്ടണം. ചുരുട്ടിയിട്ട് ചുരുട്ടി കൊണ്ടുവന്ന് വെക്കണം. അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോയാൽ പാടാം. തന്നെയല്ലാതെ ഒരേ ലെവലിൽ കിട്ടണം. നമ്മൾ ചാർത്തുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചുട്ടിയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിങ്ങനെ ഇനി അടുത്തത് നമ്മൾ വെക്കുന്നു. അടുത്ത പൂവ് അതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ കൊണ്ട് വയ്ക്കും. വെച്ചിട്ട് 3-4 മെത്തേഡുണ്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഇങ്ങനെ ഭഗവാന്റെ കഴുത്തെ ഇടാനായിട്ട് ഞാൻ ഉണ്ടാക്കുക. അതിങ്ങനെ 2 തിരിച്ചു. അടുത്തത് നമ്മൾ പൂ അങ്ങോട്ട് വെച്ചു. 2 തിരിച്ചു. പിന്നെ ഒരു പൂവും കൂടെ വെച്ചതിന് ശേഷം 2 തിരിച്ചിട്ട് വേണം വീണ്ടും അത് അടുത്ത ഈ 3 പൂവും കൂടെ ഒന്ന് റോള് ചെയ്ത് ഇങ്ങനെ വെക്കണം. റോള് ചെയ്ത് ഇങ്ങനെ വെക്കണം. അപ്പോൾ കയ്യിലിങ്ങനെ പിരിക്കണം. അപ്പം അടുത്ത പൂവ് വീണ്ടും എടുത്തു. അത് ചുറ്റിക്കെട്ടി വീണ്ടും അടുത്ത പൂവ് നമ്മൾ എടുത്തിട്ട് അതിങ്ങനെ തന്നെ കെട്ടി വയ്ക്കുക. 2 റൗണ്ട് ചുറ്റണം. 2 റൗണ്ട് ചുറ്റണം. ഇങ്ങനെ വീണ്ടും അടുത്ത പൂവ് എടുക്കുക. ഒരു 3 പൂവ് ഇങ്ങനെ ചുറ്റി കഴിയുമ്പോൾ നമ്മൾ ടോട്ടൽ എല്ലാം കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് അങ്ങ് വെക്കണം. ഇങ്ങനെ അപ്പോൾ അഴിഞ്ഞു പോകാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഇതായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഭഗവാന്റെ കഴുത്തിൽ ചാർത്താൻ നേരത്ത് നല്ല ഭംഗിയായിട്ട് അവിടെ കിടക്കും. ഞാൻ ഭഗവാന്റെ കഴുത്തിൽ നിന്നിട്ട് ചാർത്തി കാണിച്ചു തരാം. വീണ്ടും അടുത്ത പൂ എടുത്തു. വീണ്ടും ഇങ്ങനെ 2 റൗണ്ട് എടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത പൂ എടുത്തു. അതിങ്ങനെ കെട്ടുക. വീണ്ടും നമ്മൾ അടുത്ത പൂ എടുത്തു. ഒരു 3 പൂ ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം മൊത്തം ഇതെല്ലാം കൂടെ റൗണ്ട് ചെയ്ത് കയ്യിലോട്ട് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് വീണ്ടും ഇങ്ങനെ കെട്ടുക. ബുദ്ധിയുള്ളവർക്ക് ഒറ്റത്തവണ ഇത് കണ്ടാൽ മതി. അവർക്ക് വേഗം തന്നെ ഈ മാല എങ്ങനെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. വേഗം തന്നെ ഈ മാല തയ്യാറാവും. നമ്മൾ രൂപയൊന്നും ചിലവാക്കി ഒരു മാലയും വാങ്ങേണ്ട കാര്യമില്ല. അതിനെക്കാട്ടി നല്ല ഭംഗിയായിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ കോർത്ത മാല ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കും. ശംഖുപുഷ്പം 2 തരം ശംഖുപുഷ്പമുണ്ട്. വെള്ള ശംഖുപുഷ്പവും നീല ശംഖുപുഷ്പമുണ്ട്. നീല ശംഖുപുഷ്പത്തിൽ 2 വെറൈറ്റി ഇപ്പോൾ കാണുന്നുണ്ട്. എനിക്ക് 2 വെറൈറ്റിയുമുണ്ട്. അതായത് കട്ട ശംഖുപുഷ്പം എന്ന് പറയും. അതിൻ്റെ നടുക്ക് ഒരു ലെയറും കൂടെ കാണും. അതാണ് ഈ ഒരു ശംഖുപുഷ്പം. 2 ലെയറുണ്ട്. 2 ലെയർ. അപ്പം എനിക്കിന്നത് കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വെള്ള ആദ്യം കെട്ടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ അടുത്ത റോള് ഇങ്ങനെ തന്നെ ചുറ്റി. പിന്നെ നമ്മൾ അടുത്ത 3 പൂവ് എടുത്തിട്ട് ഒരു റോളും കൂടെ ചുറ്റും. ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെച്ചില്ലെങ്കിൽ ഈ പൂവ് എന്നാൽ നമ്മൾ ഒരു സൈഡിൽ മാത്രമേ കെട്ടുന്നുള്ളൂ. അപ്പം ഒരേപോലെ കിടക്കണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ കെട്ടണം. അതിങ്ങനെ കെട്ടി വേഗം പോലെ അധികം താമസമൊന്നുമില്ല. നമ്മുടെ ജോലികളൊക്കെ വേഗമാണ് തീരുന്നത്. ഇങ്ങനെ കെട്ടി പോരും. അപ്പോൾ കഴിഞ്ഞു.
ഇനിയും അടുത്ത 3 പൂവും കൂടെ വെക്കുമ്പം ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ കുഞ്ഞു കൃഷ്ണനൊക്കെ ഉള്ള മാലയായി കഴിഞ്ഞു. ഇനിയും വെക്കുന്നതൊക്കെ കൂടുതലായിട്ട് വലിയ മാലയ്ക്ക് തയ്യാറാവുക. വീണ്ടും വയ്ക്കും. പൂവ് എനിക്കിഷ്ടം പോലെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വലിയ മാല തന്നെ കെട്ടാമെന്ന് വിചാരിച്ചു. അടുത്തത് ഇങ്ങനെ കൊണ്ട് കെട്ടും. വീണ്ടും ഇനിയിപ്പം വലിയ പൂവാണ് നടുക്ക് വെക്കുന്നത്. കാര്യം വലിയ പൂ നടുക്കോട്ട് വെക്കുമ്പം നല്ല ഭംഗി. 2 സൈഡിലും ചെറിയ പൂക്കൾ 2 സൈഡിലും വയ്ക്കുക. നമ്മളിങ്ങനെ വെച്ച് പോവുക. എല്ലാവർക്കും ഈ കെട്ടുന്ന വിധം മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും ആ 2 പേർ ഇങ്ങനെ 2 പേരിൻ്റെ ഇടയിലോട്ട് വേണം വെച്ച് 2 ചുറ്റി വിറ്റാൻ. നമ്മുടെ ഈ വിരലിന് ഇടയിലാണ് ഇതിൻ്റെ നല്ലപോലെ മുറുകിയിരിക്കുന്ന ആ ട്രെൻഡ് ഇരിക്കുന്നത്. നല്ലപോലെ മുറുകിയിരിക്കണം. അപ്പം നല്ല 2 പ്രാവശ്യത്തെ ചുറ്റി കഴിയുമ്പോൾ അടുത്ത പൂ വീണ്ടും നമ്മൾ ഇടുന്നു. സെൻറ്ററിൽ എപ്പോഴും വലിയ പൂവാണ് സെൻറ്ററിൽ വെക്കാൻ സെലക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പം നല്ല ഭംഗിയായിരിക്കും. 3 പൂവായി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എടുക്കണം. ഇതുപോലെ ഈ വേറൊരു സൈസ് ചെമ്പരത്തിയുണ്ട്, തിരിച്ചെമ്പരത്തി എന്ന് പറയും. ആ തിരി പോലെ ഉണ്ടാവും. അതും ഇതുപോലെ അങ്ങോട്ട് കെട്ടി ചാർത്തിയാൽ നല്ല ഭംഗിയാണ് ആ തിരിച്ചെമ്പരത്തിയുടെ പൂ ഇങ്ങനെ കിട്ടിയാൽ. 1 റോ മാത്രം. മറ്റ് പൂക്കളെല്ലാം നമ്മൾ കോർക്കുമ്പം 2 റോയിലിട്ടാണ്. 2 റോയിലിട്ടുണ്ടാക്കുന്ന മെത്തേഡ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇനിയിപ്പം ഈ ഒരു ടൈപ്പുള്ള മാല കെട്ടുന്ന മെത്തേഡ് ഞാൻ കാണിക്കും. വീണ്ടും നമ്മൾ അടുത്ത പൂ എടുത്തു ഇങ്ങനെ കെട്ടി പോരുക. നമ്മുടെ പൂന്തോട്ടത്തിൽ ഉള്ള പൂക്കൾ മാത്രം മതി നമുക്ക് ആവശ്യത്തിനുള്ള പൂവുണ്ടാകാനും മാല ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്നത്. ഇതിപ്പം ഈ മാല ഇവിടുത്തെ ഭഗവാനുള്ളതാണ്. അപ്പം ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ചാർത്തും ഭഗവാന്. ഉണ്ടാക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചാർത്തി കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഇങ്ങനെ ഓരോ പൂ എടുത്ത് ചുറ്റി പോകുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഒരു ആയാസവുമില്ല. പക്ഷേ നമ്മളുടെ ശ്രദ്ധ അത് ഏറ്റവും അതിനാവശ്യമാണ്. ശ്രദ്ധവാൻ ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞ പോലെ നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ പൂക്കളും എടുത്ത് പൂവൊട്ടും കീറിയൊന്നും പോവാതെ അനക്കാതിങ്ങനെ ചുറ്റി പോകണം. എൻ്റെ മാല കിട്ടുന്ന മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ അടുത്ത വീഡിയോയിൽ മറ്റേ മാല കിട്ടുന്ന മെത്തേഡ് ഇട്ടുതരാം. വീണ്ടും ഇങ്ങനെ കെട്ടി നമ്മൾ പോവാണ്. മാല കെട്ടി വലിയൊരു മാലയാവും. അപ്പോൾ ഇത് അഴിക്കുമ്പോൾ നല്ല വലിയ മാലയാവും. കണ്ടോ? ഇതിങ്ങനെ നമ്മൾ എന്നിട്ട് എല്ലാം കെട്ടി ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റിൽ ഒരു കെട്ടുകൂടെ അവിടെ ഇട്ട് കെട്ടി കഴിയുമ്പം ഭഗവാന് ആവശ്യമുള്ള മാലയാവും. ഇങ്ങനെ നല്ല ഭംഗിയായിട്ടവിടെ കിടക്കും ആ മാല. കണ്ടു കാണുമല്ലോ. അപ്പം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോയിൽ മറ്റൊരു മാല കെട്ടുന്ന മെത്തേഡുമായി ഞാൻ വരാം. നിങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഹരി ഓം. നമസ്തേ.